Hey guys, welcome back to my channel. This is ഒറ്റക്കുതി വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കാര്യം ചെയ്തിട്ടും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ പച്ച പിടിക്കുന്നില്ല. ഐ മീൻ ഐ ആം അപ്ലോഡിങ് ഷോർട്സ് ടു മൈ വീഡിയോ. പച്ച പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഐ എം ഗോണ സ്റ്റാർട്ട് എ മൈൻക്രാഫ്റ്റ് സീരീസ്. നമ്മളൊരു വേർഡ് തുടങ്ങും ഈ സർവേവ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നാളൊരു ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടും ഞാൻ സർവേയിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിന്നിട്ടും സോംബി മോഡ് കളിച്ചിട്ടുമില്ല. ടുഡേ ഞാൻ അങ്ങനെ സർവൈവ് ചെയ്യാൻ പോലെയാണ്. അപ്പോൾ ഇത്ര സീരിയസ് ആയിട്ടിടും. നമ്മളിന്ന് നമുക്ക് നമ്മുടെ ഡ്രാഗനെ കൊല്ലാൻ പറ്റുമോ അത്ര നാൾ വരെ ഒഴിവാണ്. അപ്പം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിതൊക്കെ കാണുമെന്നറിയില്ല, കാണുവാണെന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അതുമ്പോൾ നമുക്കൊരു വേർഡ് സ്റ്റാർട്ട് ചെയ്യാം. വേർഡ് സർവൈവലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈസിയാണ് ഇടുന്നത്. നമുക്ക് വേർഡിന് ലൈഫ് എന്ന് പേരിടാം. ലൈഫ് എന്ന് പേരിടാം. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഹാർഡ് കോറും നമുക്ക് കുറച്ച് കളിക്കാറാകുമ്പോഴേക്കും ഇടാം. ഇട്ടാൽ ഇതാവും. പിന്നെ കോക്കോനട്ട് ഇടാം. ഇത്രേ ഉള്ളൂ. സ്കിപ്പ് നൈറ്റ് I sleep in bed at night, will skip the to morning. Okay. അപ്പം ഇതാണ് നമ്മുടെ വേൾഡൊക്കെ വരുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. നല്ലൊരു വേൾഡ് കിട്ടാൻ ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ എല്ലായിടത്തും നിന്നൊക്കെ കാണും. നെവർ മൈൻഡ് ദാറ്റ്. ഓക്കെ, ഞാൻ ഫോണിനകത്ത് സൗണ്ട് ഇട്ടിട്ടില്ല. ഇതേത്തെ സൗണ്ടാണ് ഇടുക. എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ട് എങ്ങനെയാണോ അങ്ങനെ ഞാൻ പിന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, വോയിസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലമാണ് കിട്ടിയത്. നമുക്കിപ്പോൾ രാത്രി ആകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നമുക്ക് കുറച്ച് ഈ ഒരു ദിവസം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വുഡ് നമുക്ക് ഈ കുറച്ച് ഡെറ്റ് എടുത്ത് വെക്കാം. ഡേറ്റ് വെക്കാൻ കാരണം നമുക്ക് വീടുണ്ടാക്കണം. ഐ മീൻ ഫസ്റ്റ് വീട്, പിന്നെ രാത്രിയാകുമ്പോൾ വീടുണ്ടാക്കി തീർന്നിട്ടേ നമുക്ക് ഒരു കുഴി കൂട്ടിയിരിക്കാം. രാവിലെ ആകുന്നവരെ കുഴി കൂട്ടിയിരിക്കാം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മരം കിട്ടിയിട്ടുണ്ട്. മരം നമുക്ക് എടുക്കാം. ഇത് ഫ്ലാറ്റ് വേൾഡ് പോലെ ഉണ്ട്. ഐ മീൻ നമുക്കിവിടെ വേണേൽ കുറേ കാര്യങ്ങളുണ്ടാക്കാം. ഇവിടെ രാവിലെ ആകുമ്പോൾ പിന്നെ സോംബീസിനെ പേടിക്കേണ്ട കാര്യമില്ല. കത്തിപ്പോയി കുറച്ച് പേടിക്കേണ്ടത്. ഞാൻ കുറേ കളിച്ചിട്ടതൊന്നും എല്ലാവരും പേര് ഞാൻ മറന്നുപോയി. ടീൻ്റെ പൊട്ടിക്കുന്ന സ്ഥലം ക്രീപ്പർ. എന്നെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാളായി. അഡ്ജസ്റ്റ് കുറേ നാളായി ഞാൻ മൈൻക്രാഫ്റ്റ് അങ്ങനെ കളിച്ചിട്ട്. റിയൽ മൈൻക്രാഫ്റ്റ്. അതിൻ്റെ പേരൊന്നും വലിയതായിട്ടൊന്നും ഓർമ്മിക്കാം. പണ്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കളി. 10 കയറിയപ്പോൾ ഇത് നിർത്തിയതാണ്. ഉള്ളത് വെച്ച് നമുക്കിപ്പോൾ എന്തെല്ലാം ഉണ്ടാക്കാം. മൊത്തം വെച്ചുണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളും ഉണ്ടാക്കാം. 2 സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കി ഇനി നമുക്ക് ഷീപ്പിനെ കിട്ടുമായിരുന്നു. ഷീപ്പിനെ കിട്ടുവാണെങ്കിൽ 2 ഷീപ്പിനെ കിട്ടുമായിരുന്നു. എങ്ങനെയെങ്കിലും നമുക്ക് രാവിലെ ആക്കാമായിരുന്നു. ഐ മീൻ സോംബി ഒന്നും ഇവിടെ അങ്ങനെ സ്പോൺ ചെയ്യാൻ സമ്മതിക്കാതെ നമുക്കെല്ലാം ആക്കാമായിരുന്നു. ബട്ട് ഇവിടെ ഇത് കുറവാണ്. കിട്ടി പറഞ്ഞാൽ ഒന്നിക്കയിൽ ശരിയാവില്ല. പക്ഷെ ഞാൻ ചാവുന്നില്ല. ചാവൂ മീറ്റ് കിട്ടി. എനിക്ക് തോന്നുന്നു ഇപ്പം മീറ്റ് തന്നെ നമുക്ക് പോയിസൺ അടിക്കുന്നു. നമുക്ക് ഹങ്കർ ഫുള്ളാണ്. നമുക്ക് ഇനി നല്ല സ്പേസ് ട്രാവൽ ചെയ്തിരിക്കാം. ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ബെഡ് ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഗൈസ് ഞാൻ
കീപ്പ് ഇൻവെൻട്രി ഓപ്പൺ ആക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ നമ്മുടെ സാധനം മൊത്തം എവിടെയെങ്കിലും ലോസ് ആയിപ്പോയാലോ കണ്ടുപിടിക്കാൻ പാടാ ഗൈസ്. ഒക്കെ ഇവിടെ പശുവിനെ ഉണ്ട്. ഇതുങ്ങളെ ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അതുങ്ങളുടെ അടുത്തോട്ട് ഞാൻ പോകുന്നുമില്ല. വീടിൻ്റെ അടുത്തോട്ട് പോയാൽ കുത്തും കിട്ടി ചാകാം, ഉപ്പ് വീണാൻ ഗൈസ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു മരത്തിലും ഹണിബിയൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കല്ല ഷിപ്പിൽ കിട്ടും നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ കളി വന്നിട്ട് ഇപ്പം നമ്മൾ കാണാൻ പറ്റിയത് പിഗും അതുപോലെ തന്നെ കൗവിനെയൊക്കെ ഉള്ളൂ. ഇനി ഒരു 3 ഷിപ്പ് കണ്ടതിന് നമുക്ക് ബെഡ് ഉണ്ടാക്കാം. പിന്നെ നൈറ്റ് ആകുന്നവരെ പേടിച്ചിരിക്കേണ്ട. നൈറ്റ് ആകുന്നത് കാണുമ്പോൾ ബെഡ് ഇടുക, സെറ്റപ്പ് ആവുക, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കിങ്ങനെ വീടൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ കിട്ടി ഒരു ഷിപ്പിന് കിട്ടി ഒരു ഷിപ്പ്. അപ്പോൾ ഷിപ്പ് എന്ത് ചെയ്യും എങ്ങനെ നമുക്കൊന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കിനി ഒരു 2 ഷിപ്പും കൂടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല, ഹോഴ്സൊക്കെ കാണാമല്ലോ. ഈ വേർഡ് കാണാം. കിട്ടി 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 പക്ഷെ ഇത് നമുക്ക് കുറേ സാധനമൊക്കെ ഉണ്ടാക്കണം. എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക ഡ്രീം എന്നൊക്കെ പറയുന്നത്. നല്ല വില്ലേജ് കണ്ടുപിടിച്ചാൽ ഞാനൊരു വില്ലേജ് കണ്ടുപിടിച്ചാൽ എൻ്റെ ലൈഫ് ഫുള്ള് സെറ്റിലാണ്. വില്ലേജ് കണ്ടുപിടിച്ചാൽ ലൈഫ് ഫുള്ള് സെറ്റാണ്. ഞാനതുകൊണ്ട് തന്നെ ഒരിടത്തൊരു വീട് പോലെ പണിയുന്നില്ല. അധികം ഞാൻ ഒരു വില്ലേജ് കണ്ടുപിടിക്കുന്ന വരാൻ മൈനിങ് പോകാതെ ഒരു നോർമൽ ഡേ പോലെ നടക്കും. അതെല്ലാം ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ തൊട്ട് അങ്ങനെ ഒരു വില്ലേജ് കണ്ടെത്തുന്നതാണ് എനിക്കിപ്പോൾ പുതിയ സാധനം കേസ്. ഇതൊന്നും ഇല്ലായിരുന്നു ഇതിനു മുമ്പ്. പുതിയ അപ്ഡേറ്റിൽ വന്നത് നല്ല നിലത്ത് ഇങ്ങനെ കിടക്കാം. നമുക്കൊരു ഇവിടെ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് കാണിക്കുന്നുണ്ട്. ബട്ട് നമുക്കൊരു ഷിപ്പും കൂടെ മതി ഗൈസ്. ഒരു ഷിപ്പും കൂടെ കിട്ടിയാൽ വി ഹാവ് ടു ഗെറ്റ് എ ബെഡ് ഫോർ സ്ലീപ്പ്. പക്ഷെ ഇവിടെ സ്പോണാകുന്ന ഏരിയ ഭയങ്കര കുറവാണ് ഗൈസ്. ഐ മീൻ സാധനങ്ങൾ സ്പോണാകുന്നത് ഭയങ്കര കുറഞ്ഞ. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്തോട്ട് വരുന്ന ഒരു വണ്ടി പോലെയാണ്, ഒച്ച കിട്ടിയില്ല. അപ്പം നമുക്കിപ്പോൾ 3 ഇത് കിട്ടിയിട്ടുണ്ട്. നേരെ ഒരു ബെഡ് ഇവിടെ സെറ്റാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ട്. മരമുണ്ട്, നമുക്ക് വേണേൽ അയൺ ചെയ്യാം. ഇവിടെ വെക്കാം. ഒരു ബെഡ് കിട്ടിയ ബെഡ് നമുക്ക് ബെഡ് ഇവിടെ ഇരിക്കട്ടെ. കുറച്ച് രാത്രിക്ക ബെഡ് നമുക്കിവിടെ വെക്കണ്ട, നമുക്കിത് എടുക്കാൻ കഴിയും. നമുക്കിനി വില്ലേജ് തപ്പാം. കോർഡിനേറ്റിൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ആയതുകൊണ്ട് നമുക്ക് വില്ലേജ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വില്ലേജ് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. ഗുഡ് ഐ തിങ്ക്. ഷിപ്പിനെ കണ്ട് അങ്ങനെ ഇത്രയും തന്നെ ഷിപ്പിനെ നമ്മളൊന്നും പുറത്തിറങ്ങാൻ കാണിച്ചിട്ടില്ല. 3 എണ്ണം ബട്ട് എല്ലാത്തിനും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ഷിപ്പിൻ്റെ പൊട്ടിക്കാൻ ഇവിടെ ഇപ്പം കുറേ ഇപ്പം ചെടി മരം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ്. ഒരു പൂ കഴിക്കാൻ ഞാൻ കുറേ ആയി കളിച്ചിട്ട്. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ വില്ലേജ് കത്തുന്നത് എങ്ങനെയാണെന്ന് ഒരു വഴിയുമില്ല, ഒരു ഇതുമില്ല, ഐഡിയ ഇല്ല. സോ ഗൈസ്, ഇവിടെ ലീഫൊക്കെ ഉണങ്ങി എല്ലാം ഇതായിട്ടിരിക്കണം. അപ്പോൾ ഇവിടെ ഒന്നും ആരും താമസമൊന്നും ഇല്ല. നമുക്ക് നല്ലൊരു വില്ലേജ് പ്ലേസ് എല്ലാം കിട്ടുമായിരുന്നില്ല. എനിക്ക് ഈ വെള്ളത്തിൽ കൂടെ പോകുന്നുണ്ട്. ബട്ട് ഇവിടെ കാണുമോ ഒരു ക്രീച്ചർ ഇല്ലേ വെള്ളത്തിൽ ഉള്ളത്? ഇതിലിടയുണ്ട്. നമ്മൾ കഷ്ടപ്പെടണ്ട. ഇവിടെ ഇതിലൊന്നും ചെറുതായിട്ടൊന്നും വെള്ളത്തിൽ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അയ്യോ, സെറ്റിങ്സ് മൊത്തം മാറി ഗൈസ്, എല്ലാം മാറി. ഇതൊന്നും കിട്ടുന്നില്ല ഗൈസ്. അവിടെ മൊത്തം മഴവാ. ഞാൻ വെറുതെ ഒന്നുമില്ല. അപ്പോൾ നേരെ വയറത്തോട്ട് പൊന്നെ പോയാൽ എനിക്ക് മരമൊന്നും കുറേ ഉള്ളത് ഇഷ്ടമില്ല. കാരണം കുറേ മരം ഉണ്ടെങ്കിൽ
പെട്ടെന്ന് നമ്മളെ പിടിക്കാൻ ഇവർക്ക് എളുപ്പമായിരിക്കും. കാരണം മരമുള്ളിടത്ത് വെയിലില്ലാത്തടത്ത് ഇവരെല്ലാം കയറി നിൽക്കും. സ്പോൺ ചെയ്യുന്ന സാധനങ്ങളൊക്കെ കയറി നിന്ന് വി ഹാഡ് ടു ഡു ഓർ ഡൺ എനിത്തിങ്. പക്ഷെ ഇത് മൊത്തം മരമുള്ള സ്ഥലമാണ് ഗൈസ്. നമുക്ക് പഴയ സ്ഥലത്തിലോട്ട് പോവാം. ബിക്കോസ് ദാറ്റ് വാസ് എ പ്ലെയിൻ പ്ലേസ്. അതായത് ഈ ഒരു സ്ഥലത്തോട്ട് ടു ഹാർഡ്. ഐ ക്യാൻ പ്ലേ ഇവിടെ അങ്ങനെയൊക്കെയുണ്ട്. നല്ല വൈബൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ വന്നാൽ കേട്ടോ. പക്ഷെ എനിക്കത്ര ഇഷ്ടമില്ല. ഇവിടെ നമുക്ക് പോവാം. അന്ന് വരി ഓർമ്മയില്ല ഗൈസ്. ഞാൻ അപ്പോൾ അവിടെ വല്ല ബെഡ് ഇട്ടിട്ട് അവിടെ അപ്പം വന്നല്ലോ. എൻ്റെ ബെഡെല്ലാം പോയേനെ. ഗൈസ് നമുക്ക് കിട്ടി. ഓ അതാണ് ഞാൻ പറഞ്ഞത്, ഡേറ്റ് എടുക്കണം. നമുക്ക് ഡേറ്റ് വെച്ച് പോകാമല്ലോ. എനിക്ക് മൈൻഡ് ചെയ്യാനായിട്ടുള്ള ത്വര വരുന്നുണ്ട്. പക്ഷേ എന്താ ഗൈസ്, രാത്രിയാകാറായി എന്ന് തോന്നുന്നു. രാത്രിയാകാറായിരുന്നു ഗൈസ്. ഇരട്ടി. ഞാൻ ഒന്നാമത് ബ്രൈറ്റ്നസ് കുറച്ചായിട്ടേക്കുന്നത്. ഇല്ല ഗൈസ്, ഇപ്പോൾ ഒരു സന്ധ്യയാകും. എല്ലാം ഇരുട്ടി തുടങ്ങി. സൺസെറ്റ് നമുക്ക് പെട്ടി ഇവിടെ വെക്കാം. ഈ നേരത്തെ വെച്ച ഡ്രസ്സല്ലേ പെട്ട്. ഇങ്ങനെ 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 ചോണില്ല. എപ്പോഴാണ് രാത്രിയാ ഞാൻ സമയുന്നതും ഞാൻ എങ്ങനെയെങ്കിലും ആ കൃത്യസമയത്തല്ല സ്പോണാകുന്ന കൃത്യസമയത്ത് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ. അതാകുമ്പോൾ എല്ലാം ഒന്നും സ്പോണാകത്തില്ലല്ലോ. ആ ഇതിലായിരിക്കുന്നത്. ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കണം. നിങ്ങൾ എനിക്ക് പേടിയാന്ന് വിചാരിക്കരുത്, കാരണം എനിക്ക് പേടിയാ. എല്ലാം പോകുന്നുണ്ട്. എന്നാൽ സ്പോണാകല്ലേ. ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. എനിക്കിരിക്കാൻ മേല. ഞാൻ ഒരു തരികയെ കളിക്കാൻ പോകാം. ഞാൻ നിങ്ങൾക്ക് ജീവിച്ച് കാണിച്ചു തരാം. പക്ഷേ ഇതൊരു തുടക്കമായതുകൊണ്ടും ഞാനിതുവരെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടില്ലാത്തത് കൊണ്ടും ഞാനൊന്ന് ക്രിയേറ്റ് മോഡലായിട്ട് ഒരു വില്ലേജ് ആക്കിയിട്ട് നേരെ കളിക്കാൻ മുകളിലോട്ട് നോക്കാം. സെറ്റല്ലേ? വില്ലേജില്ല പറ്റില്ല ഗൈസ്. ഇനി ഈ നാട്ടിൽ വില്ലേജൊന്നും ഇല്ലേ? പെൺപിള്ളേർക്ക് വില്ലേജ് ഇല്ലെന്ന് സെറ്റിങ്സിൽ പോവാം. നിങ്ങൾ എന്താ വിചാരിക്കരുത് ഇതൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോയല്ലോ. ജസ്റ്റ് എ ഫൺ ഗെയിം. ഓക്കെ, ജസ്റ്റ് ഫൺ. വില്ലേജ് മതി. ലൊക്കേറ്റ് വില്ലേജ്. ഒയ്യോ, ഈ ലൊക്കേഷനിൽ വില്ലേജിൽ ഗായ്സ് നമ്മൾ പെട്ടു. വേറെ സിറ്റി പോകണം. വില്ലേജില്ല, നമുക്കിനെ തപ്പാം. വില്ലേജെല്ലാം ഉണ്ടോന്ന് ഉണ്ടാകേണ്ടതാണ്. അതെന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വില്ലേജൊക്കെ വേണ്ട. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് വില്ലേജ്. നമുക്ക് റാൻഡമായിട്ടൊരു പ്ലേസിലോട്ട് നോക്കാം. 1 2 200 അടിക്കട്ടെ. ടെലിപ്പോർട്ടാക്കാം ഗൈസ്. ടെലിപ്പോർട്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ മേഘത്തിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇനി താഴോട്ട് പോവാം.
പെർഫെക്റ്റ്. നല്ല സ്ഥലം ഗേൾസ്, കൊള്ളാല്ലേ? ഞാൻ കൂടെ വില്ലേജ് വല്ലതും ഉണ്ടോ നോക്കാം. ഇവിടെ ഉണ്ട് ഒരു പ്ലാന്റ് മാത്രമായിട്ട് ഇങ്ങനെ കിടക്കണം. നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ വലിയ വില്ലേജ് കിട്ടുമോ? We have to locate a village. Locate. വില്ലേജ് ഇല്ല അല്ലേ? വില്ലേജ് വരണ്ടതാ. അപ്പം ലൊക്കേറ്റ് പിന്നെ മറ്റെന്തെങ്കിലും ഉണ്ടല്ലോ. അത് ലൊക്കേറ്റ് ഇല്ല ഗൈസ്, ഇവിടെ ഇതൊന്നും ഇല്ല ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് പോകാം ഗൈസ്. ആദ്യം ഞാൻ ഡ്രോപ്പ് ആയിരിക്കും ബിക്കോസ് യാതൊന്നും ഞാൻ പോകത്തില്ല. എൻ്റെ അമ്മ എന്നെ വേറെ കുറയും. ആൾ താമസമില്ലാത്തടത്ത് പോയാൽ നമ്മൾ വില്ലേജുള്ള പ്ലേസിലേക്ക് പോകുന്നു. എനിക്ക് വില്ലേജ് മസ്റ്റാണ്. ഞാൻ പണിയെടുക്കാത്ത കൂട്ടത്തില്ല. ഞാൻ വില്ലേജേഴ്സിനെ ആശ്രയിച്ച് നടക്കുന്ന ഒരു കൊച്ചാണ്. അതുകൊണ്ട് തന്നെ വില്ലേജ് എനിക്ക് മസ്റ്റാണ്. വില്ലേജ് ഇത് കോഴിയാണിത്. കൊള്ളാലോ. ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വില്ലേജ്. ഓ മൈ ഗാഡ് ഗൈസ്, വില്ലേജ് തപ്പിയൊന്ന് വില്ലേജ് കിട്ടി. കൃത്യം ഇവിടെ എന്ത് മൂട്, അംബാനി മൂട്. ഓ മൈ എപ്പിക്കപ്പാ. നമുക്ക് താഴെ വല്ല വില്ലേജിൽ പോവാം ഗൈസ്. വില്ലേജിലെത്തുമ്പോൾ തൊട്ട് നമുക്കിനി ഞാൻ ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യൂ. എനിക്കൊരു കാര്യം ചെയ്യാനാണ്. അത് കഴിഞ്ഞ് എത്തുന്നതായിരിക്കും. ബായ് പറയുന്നില്ല, അപ്പം തന്നെ വരും. എൻ്റെ അമ്മ വിളിച്ചപ്പോൾ ഒരു പണി ചെയ്യാൻ പോയതാണ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ കൃഷിയൊക്കെ കണ്ടു. അത് വെള്ളമെടുക്കണം. തെയ്യണ്ടാര ഹോ വെള്ളം എടുക്കുന്നു ഗൈസ്. വെള്ളം ഇതിങ്ങനെ ഇരുന്ന് നശിച്ച് പോക്കതൊക്കെ വെള്ളം കാണിക്കുന്ന മാത്രമാണ്. സീഡ് കിട്ടിയത് നമ്മൾ ഓരോ വെള്ളം വയ്ക്കണം. അത് സീഡ് വെക്കണം. അന്നപ്പുറത്ത് ചെയ്യണം. ടു ഗോഡ് ഇറ്റ് അമ്മ പ്രവൃത്തി. എനിക്ക് അമ്മ നിവൃത്തി. അമ്മ ഇട്ടോട്ടിരുന്നു. അപ്പോൾ ഈ വില്ലേജിലെ ആളൊക്കെ കാണാം. തണ്ണിമത്തം എടുത്തേക്കാം. അത്രയും കിട്ടി. തണ്ണിമത്തം കിട്ടിയിട്ടുണ്ട്. പൂച്ച പോയി കൃഷിക്കാരനുള്ളപ്പോൾ നമുക്കൊന്നും നിന്നാം. ചിടവും ഇഷ്ടം നിങ്ങൾ പറയും. ചേട്ടാ, ഞാനിവിടെ പുതിയതായിട്ട് താമസിക്കാൻ വന്നതാണ്. എൻ്റെ വീട് ഇതാണ്.
ഏതാണ് എൻ്റെ വീട്? ഇവിടെ കൊണ്ടുപോകുന്ന വീട്. അങ്ങോട്ട് പോ. ഭയങ്കര ചേട്ടാ നന്ദിയുണ്ട് നമുക്ക്. ഓയ് ഇതാണ് നമ്മുടെ വീടെന്നാണ് പറഞ്ഞത്. ഈ വീട്ടിൽ ഈ ചേട്ടനാണോ? ഇതെന്ത് സാധനം? അവളാ ഇതെന്ത് കൊന്നിക ഇപ്പം ഇതാരാ? ആരാ? ആരാണ്? ഇതൊന്നുമില്ല. ഇതൊക്കെ എന്തുവാ സാധനം? പുതിയതായിട്ടുള്ള സാധനം നമുക്ക് ഇതെന്ന് സൂപ്പർ മസ്റ്റ്. ഓ ഇതിനകത്ത് ഇതിനെ മറ്റേ അതിട്ട് വെച്ചിരുന്നു. എന്നിട്ടത് ഇറങ്ങിയോടി. കൊള്ള. ഓ ഗൈസ് നഷ്ടം. നമ്മളിതൊക്കെ പരിഹരിച്ചു കൊടുക്കണ കൂട്ടുകാരാ ചാട്ടാരാ കൂട്ടുകാരാ ഇതിര് പറയണേ. ഗൈസ് അവിടെ നിന്ന് വെള്ളം ലീക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്കൊക്കെ വീഴുവാണ്. ഗൈസ് എന്ത് കഷ്ടമാണ്. എവിടെ നിൽക്കുന്നത്? എവിടെ നിന്ന് വെള്ളം വന്നോ? ഓ നീ മണ്ട പോണോ? വേഗം മണ്ട പോ. കുടുങ്ങിയുണ്ട്. അച്ചടാ പെട്ടു വെള്ളത്തിട്ടില്ലേ? ഇതെല്ലാം പൊളിച്ച് കിടന്ന് നമ്മളവിടെ ചെന്ന് നമ്മളിവിടെ ഉണ്ടായാലും കിടക്കുന്നവരാണ്. അപ്പോൾ നമ്മളിവിടെ സഹായിക്കണം. കാരണം കൃഷിഭൂമിയും പാടില്ല. വേറെ പൊട്ടിച്ചെല്ലാം കണ്ടു 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 കേട്ടു കേട്ടു കേട്ടി കണ്ടു ശരിയാക്കി ചേട്ടൻ പോലെ ഷട്ടിലെ പറ്റി വെള്ളം ഇത് എനിക്ക് തരാനുള്ള എല്ലാ പൈസ മാച്ചും എൻ്റെ വീടെന്നാണ് പറഞ്ഞത്. ഇതാണ് എൻ്റെ വീടെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത്. ഈ ചേട്ടനെ ഇപ്പോൾ കാണുന്നില്ല. ചേട്ടൻ പോയത്. ഓക്കെ ഈ ചേട്ടൻ പറഞ്ഞത് എൻ്റെ വീട് ഇതാണ്. അപ്പം കളി വെക്കാം എന്നുള്ളതെന്ന് പറയുന്ന സിസ്റ്റർ നമ്മൾ വേറെ കാണാം. ചിക്കാൻ കഴിയില്ലല്ലോ. ഷെട്ടോ ഷെട്ടോ ചേട്ടൻ്റെ വീട് ഇതാണ്. ഓ ഇതാണ് എൻ്റെ വീട്. ആണ് ഇതല്ല വീട്. ആ കാണുന്ന ഇതാ വീട്. ഏതേട്ടാ? ഇപ്പൊ നേരെ കാണുന്നത്. സോറി ഏട്ടാ അറിയാതെ അടിച്ചാ. അപ്പോൾ ഇതാണ് വീട്ടിലുണ്ട്. താരത് അപ്പോൾ നമ്മുടെ വീട് ഇതാണ്. നമ്മുടെ വീട് അതുകൊണ്ട് അപ്പോൾ മനോഹാജനങ്ങളെ നമുക്ക് വാസസ്ഥലം കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറേ കാര്യങ്ങളാണ്. ഇനി നമുക്ക് വാസസ്ഥലം കിട്ടി. നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. നന്മ പ്രവൃത്തികൾ ഇവിടെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാൻ. കണ്ടോ ഇപ്പോൾ തന്നെ വെള്ളം പോവുകയാണ്. വെള്ളങ്ങളെല്ലാം പോകുകയാണ്. ഇവിടെ എന്തെന്നുള്ളത് നമുക്ക് ഇതെന്താണ് ഇതിൽ കുറേ കാര്യങ്ങളും നമുക്ക് ഈ സഞ്ചിയിൽ സൂക്ഷിക്കാവുന്നതാണ്. ഈ സഞ്ചി നമുക്ക് ഇങ്ങോട്ടേക്ക് ആക്കാവുന്നതാണ്. ഇതിലിങ്ങോട്ടേക്ക് ആക്കാം. ഗൈസ് അങ്ങനെ നമുക്ക് മൈൻക്രാഫ്റ്റിനകത്തും ഇപ്പോൾ ബാഗി വന്നിരിക്കുകയാണ്. വളരെ സന്തോഷം. മൈൻക്രാഫ്റ്റ് നമുക്ക് വളരെ കിട്ടിയിരിക്കുന്നു. ഇതും എംറ്റിയാണ്. എന്തായാലും ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇട്ടും പല സാധനങ്ങളും എനിക്കും കാണാം. സോറി ഗൈസ്. ഗൈസ് കണ്ടു ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. വെള്ളം കൊണ്ട് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ മനോഹരജനങ്ങളെയും അന്നകളെയും മതകളെയും നമുക്കിവിടെ കുറേ ഡേറ്റ് എടുത്തിട്ട് ഇതെല്ലാം പരിഹരിച്ച് കൊടുക്കാം. ഇവർക്ക് ഇതുകൊണ്ട് വളരെ 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 ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്.
അതിനാൽ നമ്മുടെ പഞ്ചായത്ത് ഇവർക്ക് ലോൺ സാങ്ഷനായി കൊടുത്തതിൽ നല്ല ആളാണ്. ഈ വില്ലേജ് വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വില്ലേജാണ് എന്നാണ് നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നത് മനഃഭാചങ്ങൾ. അതിനാൽ നാം ഈ വീടുകൾ സുരക്ഷിതമായി നോക്കുമെന്നും ഈ നാട്ടിൽ എന്ത് പ്രശ്നം വന്നാലും നാം അത് പരിഹരിക്കുമെന്നും സാധാരണ ചേച്ചിയായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലേ ചേട്ടാ? വെള്ളമൊക്കെയാണ് നാമതേറുന്നത്. ചുമ്മാ ഞാൻ അവിടെ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഈ വിഷയം നമ്മളിപ്പോൾ പറയാൻ പോവുകയാണ്. സോറി, തറയിൽ വെച്ച് മാറിപ്പോയ നമുക്ക് പറയാം. ഇവിടെ ഒന്നും വെക്കാൻ പറ്റുന്നില്ല. കേസ് നമ്മൾ തടഞ്ഞിരിക്കുന്നു. നമ്മൾ തുടങ്ങി കേസ് നമ്മൾ കാണും. രാത്രി ആകാറായിരിക്കും. നമുക്ക് വീട്ടിലേക്ക് പോകാം. എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത് താഴെയാണ് സോമ. അയ്യോ, അവൾ വീടിൻ്റെ അകത്ത് കയറി. സുഖം, സുന്ദരം, സമാധാനം, സന്തോഷ, സംതൃപ്ത ദാരിദ്ര്യ കാര്യങ്ങൾ. ഇപ്പോൾ ജനങ്ങളെ അപ്പം നമുക്ക് സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കാം. ഒരു പാട്ട് വെച്ച് ഞാൻ സൺസെറ്റ് കാണുമ്പോൾ പാട്ട് വെക്കാൻ എനിക്ക് അറിഞ്ഞിട്ടുണ്ടാകും. നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ വരാം. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിനകത്ത് തന്നെ പോയി കമൻറ്റ് ചെയ്യുക. നമുക്കപ്പോൾ ഒരു കൂരയൊക്കെ കിട്ടിയിട്ട് വേണം താമസിക്കാനായിട്ട്. ഇനിയും ഇതേപോലത്തെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ഡു ലൈക്ക്, ഷെയർ ദിസ് വീഡിയോ ആൻഡ് കമൻറ്റ് ബിലോ. എങ്ങനെയുണ്ട് എൻ്റെ ഈ വീഡിയോ എന്ന്. പിന്നെ ആണ്ടിലൊരിക്കലൊക്കെ വീഡിയോ കാണാൻ പറ്റുമോ? കാരണം ഐ ഹാവ് ടു സ്റ്റഡി വെൽ. ഓക്കെ, ഹാവ് ടു സ്റ്റഡി വെൽ. കേട്ടല്ലോ. അപ്പം ഓക്കെ, എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു സബ്സ്ക്രൈബ്. എന്നാൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തൂടെ? കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും കാലം ചെയ്തല്ലേ. ഒരു സബ്സ്ക്രൈബ്, ഒരു വട്ടം പ്ലീസ്. നിങ്ങൾ നെറ്റല്ലേ പോകുള്ളൂ. പ്ലീസ്. നല്ല പിള്ളേരല്ലേ ചെയ്യുന്നവർ നല്ല പിള്ളേരെ കേട്ടോ. Okay guys, this is Otaku Deepoto, and bye.